വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷോട്ട്സ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ലവ്ലി ഷോട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജനുവരി 31 അതായത് ബുധനാഴ്ച വൈകിട്ട് രാത്രി 12 മണിക്ക് അപേക്ഷിക്കാനുള്ള സമയം അവസാനിക്കുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസാണ്, PSC പരീക്ഷകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് ജനുവരി 31 ലാസ്റ്റ് ഡേറ്റ്. ജനുവരി 31 രാത്രി 12 മണി വരെ അപേക്ഷിക്കാൻ സാധ്യമാകുന്ന കുറച്ച് PSC പരീക്ഷകളാണ് നമ്മൾ പറയുന്നത്. നോക്കാം. ഒന്നാമത്തത് 571/2023 കാറ്റഗറി നമ്പറാണ് 571. സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പഞ്ചായത്ത് സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള സെക്രട്ടറി 571 കാറ്റഗറി നമ്പർ. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 31 ജനുവരി 31. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനാണ്, ഡിഗ്രിയാണ്. ഓർത്തു വെക്കുക, ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ PSC സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് 572, 574 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, SI ആണ്. SI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, ഗ്രാജുവേഷനാണ്, ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. വയസ്സ് കൊടുത്തിട്ടുണ്ട്. വയസ്സ് 20 to 31 വയസ്സാണ് ഓപ്പൺ മാർക്കറ്റിൽ, അതായത് സർവീസിലില്ലാത്തവർക്ക്. ദെൻ 20 to 31. അപ്പോൾ SC ST അതേപോലെ തന്നെ OBCകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. OBCക്ക് 3 വർഷവും അതേപോലെ തന്നെ SC STക്ക് 5 വർഷവുമാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ 18-36. PSC പരീക്ഷയുടെ പ്രായം 18-36, പക്ഷേ OBCക്ക് അതേപോലെ തന്നെ SC STക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 3 വർഷവും 5 വർഷം SC STക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 572, 574 കാറ്റഗറി നമ്പർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ്. ഡിഗ്രിയുള്ള ആർക്കും അപേക്ഷിക്കാം. ദെൻ 575 അതേപോലെ തന്നെ 576 കാറ്റഗറി നമ്പർ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. അതിൻ്റെയും ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള, അതേപോലെ തന്നെ SI അതേപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഇങ്ങനത്തെ എക്സാമുകൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ഹൈറ്റ്, വെയിറ്റ് അതേപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടാവും. അതും കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം. ദെൻ 577 അടുത്തതാണ് 577 2023 പ്രൊബേഷൻ ഓഫീസറാണ്. പ്രൊബേഷൻ ഓഫീസർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പോൾ സോഷ്യോളജി ഡിഗ്രി, സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് 584 2023 വുമൺ പോലീസ് കോൺസ്റ്റബിളാണ്. വുമൺ പോലീസ് കോൺസ്റ്റബിൾ. പിന്നെ ഹയർ സെക്കൻഡറി ആണ് ക്വാളിഫിക്കേഷൻ. 18-26 വയസ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 വർഷവും 5 വർഷവും റിലാക്സേഷൻ ഉണ്ടാവും അർഹരായവർക്ക്. അതേപോലെ തന്നെ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ്. SC ST അവർക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞു. SC STക്ക് +2 ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുടെ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും +2 തോറ്റുവരെയും പരിഗണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് 587 2023 ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. OA പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ്. SLC ആണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. SLC ആണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒഴിവിനനുസരിച്ച് വേക്കൻസി ഫില്ല് ചെയ്യുന്ന ഒരു രീതി. ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ലിസ്റ്റിൽ നിന്നും ആളെ നിയമിക്കുന്ന രീതിയാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ 18-36 വയസ്സ്, SLC ആണ് ക്വാളിഫിക്കേഷൻ. ഓഫീസ് അറ്റൻഡൻറ്റ് OA എന്നാണ് പോസ്റ്റിൻ്റെ പേര്. 587 2023 എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആ കാര്യം ശ്രദ്ധിക്കുക. ദെൻ 639 2023 അസിസ്റ്റൻറ്റ് ഇൻഫോർമേഷൻ ഓഫീസറാണ്. BA BSc ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസ് ഉണ്ട് ഇതിന്. അപ്പോൾ ബന്ധപ്പെട്ട ഫീൽഡിൽ എക്സ്പീരിയൻസ് വേണ്ടി വരും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. 639 2023 ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കുക. ദെൻ 640 2023 ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അപ്പോൾ BCom ആയിരിക്കും ക്വാളിഫിക്കേഷൻ. BCom ആയിട്ട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. 640 2023 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പ്രൊഫൈലിൽ കയറിയിട്ട് ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് 683 2023 സർവേയർ ഗ്രേഡ് 2.
സർവേയറാണ്. SLCയും അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ SLC, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻസ് വേണ്ടി വരും. ദെൻ നെക്സ്റ്റ് 684 2023 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റാണ്. ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റാണ് 684 2023. അപ്പോൾ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ്. ഡിഗ്രി വേണം, അതേപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻസൊക്കെ വേണം. അതൊന്ന് പ്രൊഫൈലിൽ കയറിയിട്ട് നോക്കുക. കാറ്റഗറി നമ്പർ 684 2023 ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ 31 തീയതിക്ക് മുമ്പ് തന്നെ അപേക്ഷിക്കുക. അതേപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 686 2023 കാറ്റഗറി നമ്പർ. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. ഡിഗ്രി വേണം, അതേപോലെ തന്നെ അതിനുള്ള ക്വാളിഫിക്കേഷൻ DCA, അതേപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻസൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ 686 2023 അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കുക. വേക്കൻസി കുറവാണ്, 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് 696 ക്വസ്റ്റ്യൻ അല്ല, 690. നെക്സ്റ്റ് നോട്ടിഫിക്കേഷനാണ് 696 2023 പ്യൂണ് റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ. 5 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 7ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. സൈക്ലിംഗ് വേണം. അപ്പോൾ നമുക്കറിയാം പ്യൂണ് മുതലായ വേക്കൻസികളിലേക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഡിഗ്രി ഉള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് നോട്ടിഫിക്കേഷനാണ് 598 2023 ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ്. തമിഴ് അറിയുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്ലർക്കാണ്. തിരുവനന്തപുരത്ത് ഒരു പോസ്റ്റാണുള്ളത്. SLC അതേപോലെ തന്നെ തമിഴ് അറിയുകയും വേണം. ദ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ 593 2023 പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ. നമുക്കറിയാം പോലീസ് കോൺസ്റ്റബിൾ പാസ് ഇൻ HSC ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ വേണം, +2 ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ വേണം. 593 2023 കാറ്റഗറി നമ്പർ. നിങ്ങൾ പ്രൊഫൈലിൽ കയറുക, ക്വാളിഫൈഡ് ആണോ നോക്കുക, അപ്ലൈ ചെയ്യുക. 31 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതേപോലെ 597 2023 പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം. നമുക്കറിയാം ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷന് B.Ed ഒക്കെയാണ്. അതേപോലെ തന്നെ ടെറ്റ് പാസ്സായിരിക്കണം. അപ്പോൾ പാർട്ട് ടൈം ജോബാണ്. പ്രൊഫൈലിൽ കയറിയിട്ട് മലയാളം ക്വാളിഫിക്കേഷനുള്ള മലയാളം ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനുള്ളവർക്കൊന്ന് അപ്ലൈ ചെയ്യാം. 702 2023 ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ്. അറബിക് ടീച്ചർ ഹൈസ്കൂളാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനുള്ളവർ അപ്ലൈ ചെയ്യാം. ദ നെക്സ്റ്റ് 707 2023 UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ്. UP സ്കൂൾ ടീച്ചറാണ്. കഴിഞ്ഞ 2020 ലാസ്റ്റ് എക്സാം നടന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ 3+5 ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ UP സ്കൂൾ ടീച്ചർമാർക്ക് B.Ed ഉള്ളവർക്ക് അപേക്ഷിക്കാം, അതേപോലെ തന്നെ TTC ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ LP സ്കൂൾ ടീച്ചറാണ്. പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ്. 709 2023 TTC ആണ് ക്വാളിഫിക്കേഷൻ. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. 18 to 40 വയസ്സ്. UP സ്കൂളിൻ്റെയും അതേപോലെ തന്നെ LP സ്കൂളിൻ്റെയും സാലറി സ്കെയിലൊക്കെ സെയിം ആണ്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ TTC ഉള്ളവരുണ്ട്, അവർക്ക് ഇതിന് അപേക്ഷിക്കുക. UP സ്കൂള് TTC ഉള്ളവർക്കും അപേക്ഷിക്കാം, അതേപോലെ തന്നെ B.Ed ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 708 2023 LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ആണ്. അപ്പോൾ തമിഴ് അറിയുന്നവർക്കുള്ള LP സ്കൂൾ ടീച്ചറാണ്. അതേപോലെ തന്നെ UP സ്കൂളിലും അങ്ങനെ വരാറുണ്ട്. തമിഴ് അറിയുന്നവർക്ക് അല്ലെങ്കിൽ കന്നഡ മീഡിയം എന്നും പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ തമിഴ് മീഡിയം ആണെങ്കിൽ തമിഴ് അറിയുന്നവർക്ക് അപേക്ഷിക്കാം. അതേപോലെ തന്നെ കന്നഡ മീഡിയം ആണെങ്കിൽ കന്നഡയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ കന്നഡയുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൽ 713 2023 വർക്ക് സൂപ്രണ്ടാണ്. സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ അവർക്കതുമായിട്ട് ബന്ധപ്പെട്ട IT ആയിട്ട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാണ് നമുക്ക് ഇത് മാത്രമല്ല, ധാരാളം നോട്ടിഫിക്കേഷൻസ് ഈ 31 തീയതി അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. 2023 ബാക്കിയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൊഫൈലിൽ കയറുക, എന്നിട്ട് നോക്കുക ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കുക. 31 തീയതി രാത്രി, അതായത് ഈ ബുധനാഴ്ച രാത്രി 12 മണി വരെ അപേക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് ദിവസത്തേക്കൊക്കെ നിന്നാൽ നെറ്റ് ജാമാവും അല്ലെങ്കിൽ സൈറ്റ് ഹാങ് ആവും. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇന്ന് മുതൽ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏകദേശം കോമൺ ആയിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നന്നായിട്ട് നോക്കുക, ഇതിലേതൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നോക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉള്ളത് ഇതിലുണ്ടെങ്കിൽ പ്രൊഫൈലിൽ കയറുക, ചെക്ക് ചെയ്യുക, ഉടനെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ LDC അതേപോലെ തന്നെ LP UP പരീക്ഷകൾക്കുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മളെ വീഡിയോയിൽ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, ഏതെങ്കിലും PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ആ മോക്ക് ടെസ്റ്റൊക്കെ പങ്കെടുക്കുക. മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.